വിലക്കപ്പെട്ട പ്രണയം ഭാഗം 32. അങ്ങനെ ആമിയുടെ ഇന്റേണൽ എക്സാമൊക്കെ കഴിഞ്ഞു. അതിന് വലിയ രീതിയിലുള്ള മാർക്കുകളില്ലായിരുന്നുവെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത മാർക്ക് തന്നെ ആമി വാങ്ങിയിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ മാർക്കുകൾ അത്ര കുഴപ്പമില്ല എന്ന് പറയാം, അത്ര തന്നെ. അങ്ങനെ അടുത്ത മാസം എക്സാം ആണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ആദ്യത്തെ സെമസ്റ്റർ എക്സാം ആണ്. ഇതിലുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തൻ്റെ പഠന നിലവാരം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ അവൾക്ക് ലഭിക്കും. തന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം അവൾ പഠിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് കിട്ടുന്നത് ഒരല്പസമയമാണെങ്കിൽ പോലും അത് പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാനായി ആമി ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ ദിവസങ്ങളിലും അരമണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കും. കാരണം പരീക്ഷയുടെ അടുത്ത സമയത്ത് പഠിക്കാനുള്ള സമയമൊന്നും ഒരുമിച്ച് തനിക്ക് കിട്ടാൻ പോകുന്നില്ല. തൻ്റെ ജീവിതം എല്ലാ ദിവസവും ഒരുപോലെ പോകുന്നതാണ്. കോളേജിൽ പോയി പഠിക്കുന്നതായിരുന്നുവെങ്കിൽ സ്റ്റഡി ലീവ് കിട്ടുമ്പോൾ അങ്ങനെ ഇരുന്ന് ഒരുമിച്ച് പഠിക്കാമെന്നൊക്കെ കരുതാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ജോലിയുണ്ട്, അതിൻ്റെ കൂടെയാണ് താൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ അടുക്കുമ്പോൾ കുത്തിയിരുന്ന് പഠിക്കാനുള്ള സമയമൊന്നും തനിക്ക് കിട്ടില്ല എന്നുള്ളത് ആമിക്ക് നിശ്ചയമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ രാത്രി അല്പം വൈകിയിരുന്ന് കൂടുതൽ സമയം പഠിക്കുകയും കിട്ടുന്ന സമയങ്ങളിലൊക്കെ റിവിഷനൊക്കെ ചെയ്ത് നോക്കാറുണ്ട് ആമി. അങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫോണിലേക്കൊരു കോൾ വരുന്നത്. നോക്കുമ്പോൾ പവനാണ് വിളിക്കുന്നത്. ഈ സമയത്തൊക്കെ അങ്ങനെ വിളിക്കുന്നത് പതിവില്ലാത്ത കാര്യമാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ആകും ആൾ വിളിക്കുന്നത്. ഇപ്പോൾ ആമി ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം ഏകദേശം രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യം പറയാനാകും എന്ന് ആമി ചിന്തിച്ചിരുന്നു. ഹലോ ഏട്ടാ. ആമി, ഞാനാണ്. ആ, മനസ്സിലായി ഏട്ടാ. ഇതെന്താ ഈ സമയത്ത് വിളിക്കുന്നത്? ഇവിടെ ഇപ്പോൾ അവധിയാണ്, അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. രാവിലെ ബസ്സിൽ കയറിയതാണ്, ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് കരുതിയാണ് നേരത്തെ വിളിക്കാൻ പറ്റാതിരുന്നത്. വരുന്ന വഴിക്ക് റേഞ്ചിൻ്റെ പ്രശ്നവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആണോ? എന്താ വിളിച്ചത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണോ? അത് പിന്നെ ഞാൻ പറയുന്ന കാര്യം തനിക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നെനിക്കറിയില്ല. പക്ഷേ തന്നോട് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറയുന്നതാണ്. എന്തിനാ ഏട്ടാ ഈ മുഖവര? എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞോളൂ. അത് പിന്നെ മറ്റന്നാൾ ആമിക്കൊന്ന് നാട്ടിലേക്ക് വരാൻ പറ്റുമോ? എന്തിനാ ഏട്ടാ? അത് പിന്നെ മറ്റന്നാൾ സന്ധ്യാമ്മയുടെ ഓർമ്മ ദിവസമാണ്. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഹരിയേട്ടൻ മരിച്ചതിൻ്റെ 6ാമത്തെ മാസവുമാണ്. അത് ആമിയോട് പറയാൻ അത്ര കണ്ട് താല്പര്യമില്ലാത്ത രീതിയിലാണ് പവി പറഞ്ഞത്. അവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ആമി കുറച്ച് സമയമൊന്നും മിണ്ടിയില്ല. താൻ വരാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം അതിനുള്ള അവകാശമൊന്നും എനിക്കില്ല. പിന്നെ തനിക്ക് ജോലി തിരക്കും മറ്റുമൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ താൻ മറന്നുപോയി കാണുമെന്ന് കരുതി. അതുകൊണ്ടാണെന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കാമെന്ന് കരുതിയത്. അത് കുഴപ്പമൊന്നുമില്ല ഏട്ടാ, ഞാൻ വരാം. പക്ഷേ നാട്ടിൽ വന്നാലും ഞാൻ എവിടെ വന്ന് നിൽക്കാനാണ്? അത് തനിക്ക് ആ വീട്ടിൽ തന്നെ നിൽക്കാമല്ലോ. ആ വീടിൻ്റെ ഉമ്മറത്തൂടി കയറുന്ന മുറിയിലല്ലേ താൻ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ച് പൂട്ടി വെച്ചിരിക്കുന്നത്. ആ മുറി അവർക്ക് എന്തായാലും വാടകയ്ക്ക് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ അവരോട് സംസാരിക്കാം. മുഴുവൻ ദിവസമൊന്നും വേണ്ടല്ലോ, 2-3 ദിവസത്തേക്കല്ലേ. അത് പിന്നെ ഏട്ടാ, അത് വേണ്ട. മടിയോടെയാണെങ്കിലും ആമി ആ ഒരു കാര്യം അവനെ ഓർമ്മിപ്പിച്ചു. അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല ആമി. നമ്മുടെ നാട്ടിൽ വാടകയ്ക്ക് വീട് കിട്ടുക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അതിലും നല്ലത് നീ അവിടെ തന്നെ നിൽക്കുന്നതാണ്. പവൻ അവൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എങ്കിൽ ഏട്ടൻ അവരോടൊന്ന് ചോദിച്ചു നോക്ക്. അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോയി പൂജയും മറ്റുമൊക്കെ ചെയ്തോളാം. ഞാനെങ്കിൽ ഋഷിയോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറയാം. അതിനും ഒന്ന് മൂളിക്കൊണ്ട് സമ്മതം അറിയിച്ചു. അധികം തുടർന്നു പോകാതെ തന്നെ ആ ഫോൺ കോൾ ഇരുവരും അവസാനിപ്പിച്ചിരുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം ആമി ബുക്ക് മടക്കി വെച്ച് നേരെ ബാൽക്കണിയിലേക്ക് വന്നിരുന്നു. എബി വന്നിട്ടില്ല. അവൻ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂർ പോയിരിക്കുകയാണ്. ഇന്ന് എത്തുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ ഇത്ര നേരമായിട്ടും കണ്ടിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇനി നാളെ രാവിലെ എത്തുകയുണ്ടായിരിക്കുമെന്ന് ആമി ചിന്തിച്ചു. അവിടെ ഇരുന്ന് ആമി പോകണോ വേണ്ടയോ എന്ന് പല ആവർത്തി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിൽ ഒരു തവണ ആലോചിക്കുമ്പോൾ പോകണമെന്നാണ് ഉത്തരം. പക്ഷേ അത് തന്നെ ഒന്ന് മറുത്ത് ചിന്തിച്ച് കഴിയുമ്പോൾ വേണ്ട, പോകണ്ട എന്നും മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. ഹരിയുടെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും താൻ അങ്ങോട്ട് പോകില്ലായിരുന്നു. കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് അമ്മയുടെ ആവശ്യമാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടവും വിശ്വാസവുമുള്ള ക്ഷേത്രമാണ് വീടിനോട് തൊട്ടടുത്ത് തന്നെയുള്ള ശിവഭഗവാന്റെ ക്ഷേത്രം. അവിടെയാണ് കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി വഴിപാട് നേരുന്നതിനേക്കാൾ നല്ലത് അവിടെ തന്നെ പോയി ചെയ്യുന്നതാണെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. പക്ഷേ മനസ്സിൽ ഋഷിയേട്ടനെയും ലതാമ്മയെയും ഒക്കെ എങ്ങനെ കാണും, അവരെ എങ്ങനെ മുഖാമുഖം നോക്കും എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. ഒരുപക്ഷേ തനിക്കൊരു ദിവസത്തേക്കെങ്കിലും ആ വീട്ടിൽ ആ ഒരു മുറി നൽകാൻ അവർ സമ്മതിക്കില്ല എന്ന് തന്നെ ആമിയുടെ മനസ്സുറച്ചു പറയുന്നുണ്ടായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അവളുടെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നുകൂടി.
ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ പലതവണ തിരികെ ലതാമ്മയുടെയും ഋഷിയേട്ടൻ്റെയും അടുത്തേക്ക് തിരികെ പോയാലോ എന്ന് പലതവണ ചിന്തിച്ചതാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ തൻ്റെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ലായിരുന്നു. എന്തുകൊണ്ടോ തൻ്റെ ഉള്ളിലെ വാശിയായിരുന്നു മുൻപന്തിയിൽ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരിലേക്കൊരു മടങ്ങിപ്പോക്കെന്നുള്ളത് തൻ്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാം. പക്ഷേ തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ ജീവിതത്തിലെ വലിയൊരു പിഴവ് തന്നെയായിരുന്നു അതെന്നും തോന്നുന്നുണ്ട്. തോന്നലല്ല, അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവായിരുന്നു. പക്ഷേ അതിനി എന്തായാലും തിരുത്താൻ കഴിയുന്നതല്ല. പഴയതുപോലെ അല്ലെങ്കിലും ഒരു വാക്കെങ്കിലും ഋഷിയേട്ടനോടും ലതാമ്മയോടുമൊക്കെ സംസാരിച്ചാൽ കൊള്ളാമെന്നും മനസ്സിലിപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ മുത്തശ്ശി മരിച്ചിരുന്നു. പക്ഷേ ആ വിവരമൊന്നും തന്നോടാരും പറഞ്ഞില്ല. ഇടയ്ക്കെപ്പോഴോ വഴിയിൽ വെച്ച് നാട്ടിലുള്ള ഒരാളെ കണ്ടപ്പോഴാണ് മുത്തശ്ശി മരിച്ച കാര്യം അറിയുന്നത്. മുത്തശ്ശി മരിച്ച വിവരം തന്നെ അറിയിച്ചില്ല എന്നൊരു കാര്യം കൊണ്ട് കൂടിയാണ് പൂർണ്ണമായും അവരിലേക്ക് ഇനിയൊരു മടങ്ങിപ്പോക്കില്ല എന്ന് മനസ്സ് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയൊരു തീരുമാനമെടുത്ത് താൻ അവിടെ നിന്ന് പോന്നു. പക്ഷേ അവരിതുവരെ തന്നെ തേടി എത്തിയിട്ടില്ല. അത് താൻ ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം സ്വന്തം ഇഷ്ടത്തിന് അവരാരെയും വേണ്ടെന്ന് വെച്ച് താൻ സ്വന്തം കാര്യം നോക്കി ഇറങ്ങി തിരിച്ചതാണ്. എന്നിരുന്നാലും മുത്തശ്ശിയുടെ മരണവിവരമെങ്കിലും തന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു എന്നവൾ ചിന്തിച്ചു പോയിരുന്നു. ആ ഒരു കാരണം കൂടി ആയപ്പോഴാണ് അവരുടെ അടുത്തേക്ക് പോകാൻ അത്രയും വിസമ്മതം തൻ്റെ മനസ്സിന് തോന്നി തുടങ്ങിയത്. തൻ്റെ മനസ്സിൽ തോന്നുന്ന ശരികളെല്ലാം തൻ്റെ മാത്രം ശരികളാണെന്നും അവൾക്ക് തോന്നിപ്പോയിരുന്നു. കാരണം വേറെ ആരോട് പറഞ്ഞാലും ചെറുപ്രായത്തിൽ എടുത്തു ചാടിയൊരു പൊട്ട തീരുമാനം എടുത്തു എന്നേ പറയുള്ളൂ. എന്നിരുന്നാലും ആ പ്രായത്തിൽ അങ്ങനെയൊരു തീരുമാനം എടുക്കാൻ കാണിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊരു തീരുമാനം എടുക്കാനുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ചോ തന്നോട് ആരും സംസാരിക്കാറോ ചോദിക്കാറോ ഇല്ല. അച്ഛൻ്റെ മരണശേഷം ഉണ്ടായിരുന്ന ആ ഒരു ഭയാനകമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ തനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കുക തന്നെയായിരുന്നു ആശ്രയം. പക്ഷേ അതൊരിക്കലും ലതാമ്മയെയും ഋഷിയേട്ടനെയും മുത്തശ്ശിയെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാകരുതെന്നും മനസ്സിൽ ചിന്തിച്ചിരുന്നു. അങ്ങനെ പലവിധ ചിന്തകളാൽ കലങ്ങി മറിഞ്ഞിരുന്ന മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു ചിന്തയുടെ പുറത്താണ് അങ്ങനെയൊരു തീരുമാനം താനന്ന് എടുക്കുന്നത്. പക്ഷേ കാലത്തിൻ്റെ ചക്രവാളത്തിൽ പെട്ടുപോയപ്പോൾ ആ ഒരു തീരുമാനം തെറ്റായി പോയിരുന്നു എന്ന് തനിക്ക് തന്നെ പലപ്പോഴും തിരിച്ചറിയാനായിരുന്നു. പക്ഷേ ഇപ്പോഴും മനസ്സ് അത് അംഗീകരിച്ചു തരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അതുതന്നെയാണ് ശരി എന്ന് വീണ്ടും പറയുന്നു. ശിവാമി അങ്ങനെ ഏതൊക്കെയോ ലോകത്തെന്നതുപോലെ ഇരുന്ന് പലതരം കാര്യങ്ങൾ ചിന്തിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് തനിക്ക് പരിചിതമായൊരു ശബ്ദം അവൾ കേൾക്കുന്നത്. പെട്ടെന്ന് പിന്നിൽ നിന്ന് എബിയുടെ ശബ്ദം കേട്ടതും ആമി ഒരു തരം ഞെട്ടലോടെയാണ് അവനെ തിരിഞ്ഞു നോക്കിയത്. താനെന്താ ഈ സമയത്ത് ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ബാൽക്കണിയിലിട്ടിരിക്കുന്ന കൗച്ചിലേക്ക് ഇരുന്നു കൊണ്ട് എബി കാര്യം തിരക്കി. ആമി അപ്പോഴും അത് അവൻ തന്നെയാണോ എന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു. അവൻ തന്നോട് ചോദിച്ചതൊന്നും അവൾ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എടോ, തനിക്കെന്ത് പറ്റി? എബി അവളുടെ കയ്യിലായി പതിയെ ഒന്ന് തട്ടി വിളിച്ചു. ആമി ഒന്നുമില്ലെന്ന രീതിയിൽ ചുമല് കൂച്ചി കാണിച്ചു. ഞാൻ ചോദിച്ചത് വല്ലതും കേട്ടോ? അവൻ വീണ്ടും എടുത്ത് ചോദിച്ചതും ആമി ഇല്ലെന്ന രീതിയിൽ അവനെ നോക്കി. താനെന്താ ഈ ഇരുട്ടത്ത് ലൈറ്റ് പോലും ഇടാതെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് ചോദിച്ചതാണ്. അത് പിന്നെ ഒരു ഫോൺ വന്നായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ വന്ന് നിന്നതാണ്. ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോകും. എബി അവളെ ഉള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആമി അതിന് തലയാട്ടുകയും ചെയ്തു. എന്തായാലും ഇവിടെ വന്ന് നിന്നതല്ലേ, താൻ ഇവിടെ ഇരിക്കെ. എബി പറഞ്ഞതും ആമി വീണ്ടും കൗച്ചിലേക്കിരുന്നു. ആമി അപ്പോഴും എബി എങ്ങനെയാണ് വന്നത് എന്ന് ആലോചിക്കുമായിരുന്നു. അവളൊന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയയിൽ എബിയുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. താൻ ഇങ്ങോട്ട് വരുന്ന നേരത്ത് വരെ അവിടെ ആ കാറൊന്നും ഉണ്ടായിരുന്നില്ല. താൻ അത്രയും ഗാഢമായ ആലോചനയിലായിരുന്നു എന്നവൾക്കത് മനസ്സിലാക്കി കൊടുത്തു. ഓരോന്നങ്ങനെ ചിന്തിച്ചിരുന്ന് മറ്റേതോ ലോകത്തെത്തിപ്പോയിരുന്നു. അതുകൊണ്ട് എബിയുടെ കാറ് വന്ന ശബ്ദം പോലും തനിക്ക് കേൾക്കാനായില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആമി സ്വയം തലക്കടിച്ചു. താനിതെന്താ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സാർ, അപ്പോൾ ഒന്നു. ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞോ? എല്ലാം ഓക്കെ ആയി. ഇനി നാളെ മുതൽ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങണം. ഇനി മുതൽ അങ്ങോട്ട് ഫുൾ ഓട്ടമായിരിക്കും. എബി കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി ഒന്ന് നിവർന്നുകൊണ്ട് പറഞ്ഞു. പിന്നീട് അവനോടൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആമി ആകെ സൈലൻ്റ് ആയിട്ടിരുന്നു. അവളുടെ ഉള്ളിൽ നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. മനസ്സ് മുഴുവൻ ആ ചിന്തകളാൽ നിറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് അവനോട് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് വീണ്ടും കോള് വരുന്നത്. പവനാണെന്ന് കണ്ടതും ആമി വേഗം തന്നെ ഫോൺ എടുത്തു. ഹലോ ആമി, ഉറങ്ങിയോ? ഇല്ലേട്ടാ, പറഞ്ഞോളൂ. നിനക്ക് ഉറക്കം വന്ന് കാണില്ലെന്നെൻ്റെ മനസ്സ് പറഞ്ഞു. പവി പറഞ്ഞതും ആമി അതിനൊന്നും മൂളി. കാരണം അതാണല്ലോ സത്യം. നീ അവിടെ വന്ന് നിൽക്കുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇടപെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോൺ അല്പം ഉയർന്ന ശബ്ദത്തിൽ കിടക്കുകയായിരുന്നു.
അതുകൊണ്ട് തന്നെ പവി പറയുന്നതെല്ലാം എബിക്ക് കേൾക്കാനാകുന്നുണ്ടായിരുന്നു. പവൻ പറയുന്നതെല്ലാം സമ്മതിച്ചുകൊണ്ട് ആമി മൂളി സമ്മതം അറിയിച്ചു. കൂടുതലൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ പവി പെട്ടെന്ന് തന്നെ ഫോൺ വെക്കുകയും ചെയ്തു. അവൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നോട് പറയട്ടെ എന്ന് കരുതി എബി ഫോൺ കോളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആമിയോട് ചോദിക്കാൻ നിന്നില്ല. പക്ഷേ എങ്കിലും നിലാവിൻ്റെ നേരിയ പ്രകാശത്തിൽ അവളുടെ മ്ലാനത നിറഞ്ഞ മുഖം എബിക്ക് കാണാനാകുന്നുണ്ടായിരുന്നു. ഞാൻ നാളെ വൈകിട്ട് നാട്ടിലേക്ക് പോവാണ്. എന്തുപറ്റി? നാളെ സന്ധ്യാമ്മയുടെ ഓർമ്മ ദിവസമാണ്. അവിടെ പൂജയും മറ്റുമൊക്കെ പവിയേട്ടൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകണം. തനിക്ക് പോകാൻ താല്പര്യമുണ്ട്, അത്രയോ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പോവുക. പോണം, എനിക്ക് പോകണം. ആ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. താൻ ഇത്രയ്ക്ക് ആഗ്രഹിച്ച് പോകാനിരിക്കുവാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ വിഷമിച്ചിരിക്കുന്നത്? അത് അവിടെ പോയാൽ എനിക്ക് നിൽക്കാൻ വീടൊന്നുമില്ല. അപ്പോൾ ഹരിയുടെ വീടോ? അത് ഞാനിപ്പോൾ ഒരു കൂട്ടർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഹൗസ് തൽക്കാലത്തേക്കൊന്ന് റെൻറ്റിനെടുത്ത് അവിടെ താമസിക്കായിരുന്നില്ലേ? അവിടെ അങ്ങനെ പെട്ടെന്നൊന്നും റെൻറ്റിന് വീട് കിട്ടില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ താൻ വാടക കൊടുത്ത വീട്ടുകാരോട് തന്നെ ഒരു ദിവസം അവിടെ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്ക്. അതാണിപ്പോൾ വിളിച്ച് പറഞ്ഞത്. അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്താ പ്രശ്നം? അത് ആ വീട്ടിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് ഋഷിയേട്ടനും ലതാമ്മയും ഋഷിയേട്ടൻ്റെ ഭാര്യയും കുഞ്ഞും ഒക്കെയാണ്. ആമി പറയുന്നത് കേട്ടതും എബി അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. താൻ ഉദ്ദേശിച്ചത് തന്നെയാണോ അവൾ പറയുന്നതെന്ന രീതിയിൽ. ഈ പറയുന്നവരെല്ലാം തൻ്റെ... എബി സംശയത്തോടെ ചോദിച്ചതും ആമി അവൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കാര്യമെന്ന രീതിയിൽ തലയാട്ടി. തനിക്ക് ചുറ്റും പ്രശ്നങ്ങളാണല്ലോടോ, എബി തലയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. സത്യം, വല്ലാത്തൊരു ജീവിതം തന്നെയാണ് എൻ്റേത്. കൂടെ നിൽക്കുന്നവർക്കും എനിക്കും എല്ലാവർക്കും ഒരുപോലെ ദോഷം മാത്രം നൽകുന്നൊരു ജീവിതം. ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവളത് പറയുന്നതെങ്കിലും ആ വാക്കുകൾക്കുള്ളിലെ വേദന എബിക്ക് മനസ്സിലായിരുന്നു. എടോ, ഞാൻ തന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഓ, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും എനിക്കതിൽ എതിരഭിപ്രായമൊന്നുമില്ല സാറേ. സാറേ പറഞ്ഞത് സത്യം തന്നെയാണ്. ആമി നെറ്റിയിൽ വിരൽ ഉപയോഗിച്ചൊന്ന് തടവി. അതിൽ നിന്ന് തന്നെ ആമി എത്രമാത്രം മനോവിഷമത്തിലാണ് എന്ന് എബിക്ക് മനസ്സിലായി. നാളെ എന്നിട്ട് എങ്ങനെ പോകാനാണ് താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നാളെ ഇവിടുന്ന് എറണാകുളത്തേക്ക് വല്ല ബസ്സും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. നാളെ രാത്രി ഞാനൊന്ന് എറണാകുളം വരെ പോകുന്നുണ്ട്. തനിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നാളെ താൻ എൻ്റെ കൂടെ വാ. ഏയ്, അത് വേണ്ട സാർ, ഞാൻ പൊയ്ക്കോളാം. എബിയുടെ കൂടെ പോകുന്നത് ശരിയല്ല എന്നൊരു ചിന്തയിൽ ആമി തനിയെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. കൂടുതൽ അവളെ നിർബന്ധിക്കാൻ നിൽക്കാതെ എബി അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. താൻ ഓൾറെഡി അല്പം വിഷമത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എനിക്കിപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ. ഞാൻ എന്തിനാണ് ഹരിഹരനെ വിവാഹം കഴിച്ചതെന്നാണോ? യെസ്, അത് തനിക്കെങ്ങനെ മനസ്സിലായി? എബി അവളോട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആമി അതാണോ ചോദിക്കാൻ പോകുന്നതെന്ന രീതിയിൽ അവനോട് തിരികെ ചോദിച്ചു. അപ്പോൾ തന്നെ എബി അത്ഭുതം കേട്ടതുപോലെ അതേന്ന് പറഞ്ഞു. സാറെന്നല്ല, വേറെ ആരായാലും ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കുക ഇതുതന്നെ ആയിരിക്കും. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.